പിന്നെ പേഷ്യൻസ് ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സൈഡ് വെച്ച് ഭക്ഷണം കഴിക്കാവോ, പല്ല് തേക്കാവോ, കുളിക്കാവോ, എണ്ണ വെക്കാവോ, അങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ യൂഷ്വലി ഞാൻ എപ്പോഴും പറയുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ റൂട്ട് കനാൽ ചെയ്ത ആ പല്ലിൻ്റെ സൈഡ് കൂടി അധികം ചവയ്ക്കരുത്. ഇപ്പം വലതുവശത്ത് ഒരു പല്ല ചെയ്തെങ്കിൽ വലതുവശം കൂടി ചവയ്ക്കുന്നത് പരമാവധി ഒഴിവാക്കുക. നമ്മൾ അതിനെ ഒക്ലൂസൽ റെസ്റ്റ് എന്ന് പറയും. അപ്പോൾ ആ പല്ലിന് മാത്രം റെസ്റ്റ് കൊടുക്കൽ പറ്റത്തില്ലാത്തതുകൊണ്ട് ആ സൈഡ് കൂടി ചവയ്ക്കുന്ന പരമാവധി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെ ചവയ്ക്കാൻ ശ്രമിച്ചാൽ വേദന വരാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമതായിട്ട് പലപ്പോഴും പേഷ്യൻസ് ചൂട് കഴിക്കാവോ, തണുപ്പ് കഴിക്കാവോ, വെള്ളം കുടിക്കാവോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ കാര്യമില്ല. ഇവൻ ചിലപ്പോൾ പേഷ്യൻസ് കുളിക്കുന്നതിന് കുഴപ്പമുണ്ടോ, എണ്ണ തേക്കുന്നതിന് കുഴപ്പമുണ്ടോ? റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള പ്രൊസീജിയർ കഴിഞ്ഞിട്ട് പല്ല് പറിക്കുമ്പോഴുള്ള അത്രയും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ നമ്മൾ താഴത്തെ പല്ല്, അതായത് പുറകിലത്തെ അണപ്പല്ലൊക്കെ നല്ലപോലെ മരവിപ്പിച്ച് ചെയ്യുമ്പം ആ ചുണ്ടും നാക്കും ഒക്കെ അതിലുണ്ടാകുന്ന മരവിപ്പ് മാറാൻ കുറച്ച് സമയമെടുക്കും. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം മരവിച്ചിരിക്കുമ്പം ചുണ്ടോ നോക്കെ കടിച്ചു മുറിച്ചാൽ നമ്മൾ അറിയത്തില്ല. പിന്നെ തരുന്ന മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കുക. മരുന്ന് കഴിക്കുമ്പം പ്രോപ്പറായിട്ട് എപ്പോഴും, അതിപ്പോൾ പല്ല് പറിച്ചാലും ശരി, ഏത് പ്രൊസീജിയർ കഴിഞ്ഞാലും നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പം പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചില്ല വയറിന് കംപ്ലയിൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ജോലി ചെയ്യാം, യാത്ര ചെയ്യാം, നമ്മുടെ ഡെയിലി റുട്ടീനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാം.